ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 34 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ ടോണർ എന്ന് പറയാം. ആദ്യം ഹെയർ പാക്ക് അതിൻ്റെ ഒരു എസെൻസാണ്. ഹെയർ ടോണിക്കായിട്ട് ഞാൻ റെഗുലർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. അപ്പോൾ ഇതാണ്. ഓക്കെ, ഇതിൽ ഇങ്ങനെ ഓക്കെ കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട്, കാണണമെന്ന് കരുതുന്നു. ഓക്കെ, ഇതിൽ ഉലുവ, പിന്നെ റൈസ് വാട്ടർ, പിന്നെ വെറ്റില, പിന്നെ ചെമ്പരത്തി ഇല, പിന്നെ അലോവേറ. ഇത് ഇത്രയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ടോണിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. വേറൊരു ചെറിയൊരു ബൗളിൽ ഇത്ര നിങ്ങൾക്ക് അതെടുത്തിട്ട് ജസ്റ്റ് സ്കാൽപ്പിൽ മാത്രം നന്നായി മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിലൂടെ തന്നെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ആവാനും പിന്നെ സ്കാൽപ്പിലത്തെ ഒന്ന് അഴുക്കൊക്കെ മാറ്റാനും ഒരുപാട് എണ്ണമയം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരാനും പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഡ്രൈനെസ്സൊക്കെ മുടിയുടെ കുറയ്ക്കാൻ ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കും കേട്ടോ. പിന്നെ അത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കറ്റാർ വാഴ മാത്രം അത് ജെൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോരോ ഭാഗത്തും മുടിയിലത്തെ ഓരോരോ ഭാഗത്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ആദ്യം ഞാൻ ഇത് മുടിയില്ലാത്ത സ്ഥലത്താണ് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നത്. അതിൽ ഉലുവ ഉള്ളതുകൊണ്ട് തന്നെ മുടിക്ക് നന്നായിട്ട് ഗ്രോത്ത് വയ്ക്കാനും ഇത് സഹായിക്കും ടോണർ. ഓക്കെ, നിങ്ങൾക്ക് ഹെയർ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയണത് പോലെ തന്നെ സെയിം ഗ്യാപ്പുള്ള സ്ഥലത്ത് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു ടോണിക്ക് നിങ്ങൾക്ക് സ്കാൽപ്പിലത്തെ ഇച്ചിനെസ് കുറയ്ക്കാനും സഹായിക്കും കേട്ടോ. ഇത് കണ്ടിന്യൂ യൂസ് കൊണ്ട് ബേബി ഹെയർസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ മെല്ലെ വേണം ഈ ഒരു ടോണർ തേച്ച് പിടിപ്പിക്കാനായിട്ട്. രാത്രി നേരത്ത് നിങ്ങൾക്ക് ഈ ഹെയർ സ്പ്രേ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതായത് ഹെയർ ടോണിക് എന്തിനാന്ന് വെച്ചാൽ ഇത് തണുപ്പ് പിടിക്കേണ്ട ഒരു പ്രകൃതിയാണ് ഈ ഒരു ഹെയർ പാക്കിന്. അതുകൊണ്ടാണ് ഡേ ടൈമിൽ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. കുളിക്കുമ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ജസ്റ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്ത് വിടേണ്ടതാണ്. ഡെയിലി ആഴ്ചയിലൊരിക്കൽ ഞാൻ ഈ ഒരു ഹെയർ സ്പ്രേ എൻ്റെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാറുണ്ട്. ഓക്കെ, ഉലുവയുടെ ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തലയിലത്തെ ഇത് അകാല നരയൊക്കെ മെല്ലെ മാറി തുടങ്ങും. എനിക്ക് ഒരുപാട് മുടി
അത് പോയിട്ടുണ്ട്. അതൊക്കെ പോസ്റ്റ്മോർട്ടം ഹെയർ ലോസ് ആയതോടുകൂടി മുടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത് മെല്ലെ ഉലുവയുടെ ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ഹെയർ ലോസും കുറയ്ക്കാൻ, അതായത് പുതിയ മുടികൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് താരൻ വരാണ്ട് നോക്കണം. പിന്നെ വേറെ ഇൻഫെക്ഷൻസ് ഇല്ലാണ്ട് തലമുടിയിൽ സ്കാൽപ്പിൽ ഒന്നും ഇൻഫെക്ഷൻസ് കുരുക്കളില്ലാണ്ട് ആണ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഹെയർ പാക്സ് ഇല്ലെങ്കിൽ ഹെയർ ടോണിക്, ഇങ്ങനെ ഹെയർ സിറം പോലെയൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾക്ക് കെയർ എടുക്കാൻ. ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഗ്യാപ്പിൽ. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു കയ്യിൽ കാണിക്കാം കേട്ടോ. ഇങ്ങനെ ആ ഒരു ഡ്രൈനെസ് ഏരിയ ഉണ്ടാവുമല്ലോ സ്കാൽപ്പിൽ, അവിടെ തേച്ച് പിടിപ്പിക്കേണ്ടതാണ് കേട്ടോ. ഇതിൽ റൈസ് വാട്ടറും പിന്നെ ഉലുവയുടെ ഒരു വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്തിന് ഇത് സഹായിക്കും. ചിലർക്ക് ഉലുവ പറ്റാറില്ല, അപ്പോൾ നിങ്ങൾക്ക് ഒരു റൈസ് വാട്ടറും ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ 5-10 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് ഈ ഒരു ഹെയർ ടോണിക്കും ശരി ഹെയർ പാക്കും ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്കാൽപ്പിലുള്ള പ്രോബ്ലംസ് കുറഞ്ഞ് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ആ ഒരു റഫ് പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയാനും വീഡിയോയിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, തൊണ്ട ഒന്ന് ചെറുതായിട്ട് പ്രശ്നത്തിലായി കേട്ടോ, അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഞാൻ പറയാൻ വന്നത് സ്പ്ലിറ്റ് എൻഡ്സ്, ഈ റഫ്നെസ് ഉള്ളത് ജസ്റ്റ് ഇങ്ങനെ തടവി കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക്. ഈ ഒരു ഹെയർ പാക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ലെങ്ത് ഫുൾ കവർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു മുടി കൊഴിച്ചിലുണ്ടാവുന്നുണ്ട്. ഈ
ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ റെഗുലറായി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വല്ലതും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് സ്കാൽപ്പിൽ സെറ്റായില്ലെങ്കിൽ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കുറച്ച് മുടി കൊഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതായത് ഞാൻ കാണിക്കാം. അപ്പോൾ അതായത് ഇത്ര കേട്ടോ, ഇതാ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്ര മുടി കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് നോക്കുക. സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്ത് ചിലപ്പോൾ സ്കാൽപ്പിൽ സെറ്റാവാൻ മതി. അപ്പോൾ നിങ്ങൾക്ക് സെറ്റാവുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കാം, പിന്നെ മാസത്തിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതിയാവും. ഇതൊരു ഹെയർ പാക്ക്. ഇതിൽ ചെമ്പരത്തിയും പിന്നെ വെറ്റില, ഉലുവ, പിന്നെ ഇതൊരു റൈസ് വാട്ടർ, അതായത് കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്സ് തന്നെയാണ് ഞാനിതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾക്ക് കിട്ടാവുന്ന ഒരു ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഹെയർ പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഹെയർ പാക്ക് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നത്തെ ഒരു മസാജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ മുടിക്ക് കുറച്ച് ലെങ്ത്ത് വെച്ച പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ്സിലൂടെ അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോസിന് എല്ലാത്തിനും വ്യൂസൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ഒരുപാട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ, ലവ്ഡ് വൺസ് കൂടെ ഉള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മുടി കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്. ഒരുപാട് താങ്ക് യു. ഇനി സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ടിപ്സും പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. ഓക്കെ, വൺസ് അഗൈൻ വിഷ് യു ഓൾ എ വണ്ടർഫുൾ ഹാപ്പി ന്യൂ ഇയർ അഹെഡ്. ഈ ഒരു 2025 2025 എന്ന ഈ ഒരു വർഷം എല്ലാവർക്കും സക്സസ്സും നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നല്ല നല്ല നേട്ടങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.